നമസ്കാരം. മന്ത്രി കെ എ തുളസിയുടെ ഡ്രൈവറായി ഡിവൈഎഫ്ഐ നേതാവിനെ നിയമിച്ചെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. മുണ്ടൂരിലെ ഡിവൈഎഫ്ഐ നേതാവായ നിതിനെയാണ് മന്ത്രിയുടെ ഡ്രൈവറായി നിയമിച്ചിരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി എച്ച് സതീഷ് തിരുവാലത്തൂർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലാനും കൈയൊടിക്കാനും കൊലപാതക ഭീഷണി മുഴക്കാനും മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു സഖാവിനെ തന്നെയാണോ മന്ത്രിയുടെ സ്റ്റാഫിൽ നിയമിക്കേണ്ടതെന്ന് സതീഷ് ചോദ്യം ചെയ്തു. വ്യക്തിഗത സ്റ്റാഫുകളിൽ ഇത്തരത്തിലാണ് നിയമനങ്ങൾ മുന്നോട്ടു പോകുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ മന്ത്രിമാരെ തെരുവിൽ തടയുമെന്ന കടുത്ത താക്കീതും യൂത്ത് കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളോട് പ്രതികരിച്ച മന്ത്രി കെ എ തുളസി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തനിക്കൊപ്പം മണ്ഡലത്തിലുടനീളം സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ് നിതിൻ എന്ന് വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മന്ത്രിയായ പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി ഭരണതലത്തിൽ സംസാരിക്കുന്ന അദ്ദേഹത്തിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാണുമെന്നും സതീഷ് തിരുവാലത്തൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അതിനാൽ അണികൾക്ക് വേണ്ടി സർക്കാരിൽ ശക്തമായി വാദിക്കാൻ കെൽപ്പുള്ളതും മന്ത്രിസ്ഥാനമില്ലാത്തതുമായൊരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സംഘടനയ്ക്ക് അടിയന്തരമായി വേണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. തെളിവുകളായി ഡിവൈഎഫ്ഐ നേതാവിന്റെ ചിത്രങ്ങൾ കൂടി പങ്കുവച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം. ഇതിനിടെ വി ഡി സതീശൻ സർക്കാരിന്റെ ചില തീരുമാനങ്ങൾക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെ പിന്തുണച്ച് കോൺഗ്രസ് DCC അംഗം നിഖിൽ പൈലി രംഗത്തെത്തിയത് മുന്നണിയിൽ പുതിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയവരും വിറക് വെട്ടിയവരും പോലീസിന്റെ തല്ലുവാങ്ങി കൂട്ടിയവരും ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോൾ മുൻപ് സഖാക്കളായിരുന്നവർക്ക് UDF സർക്കാർ മാനേജ്മെന്റ് കോട്ടയിൽ പദവികൾ വെച്ചു നീട്ടുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് നിഖിൽ പൈലി പറയുന്നു. ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ പുകയുന്ന കടുത്ത വിവാദമാണ് നിഖിൽ പൈലിയുടെ പ്രതികരണത്തോടെ പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിൽ SFIയുടെ സജീവ പ്രവർത്തകയായിരുന്ന ഒരു വ്യക്തിയെയാണ് നിലവിൽ ഹൈക്കോടതി പ്ലീഡറായി നിയമിച്ചിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് അണികളുടെ പ്രധാന വിമർശനം. കഴിഞ്ഞ 10 വർഷത്തോളം LDF സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾക്ക് വേണ്ടി സജീവമായ രംഗത്തുണ്ടായിരുന്നവർ ഇപ്പോൾ 1960കളിൽ തങ്ങൾ KSU ആയിരുന്നുവെന്ന് അവകാശപ്പെട്ടു വന്നാൽ അവർക്ക് ഉയർന്ന സ്ഥാനങ്ങൾ നൽകാൻ കഴിയില്ലെന്നും നിഖിൽ പൈലി ചൂണ്ടിക്കാട്ടി. UDF രാഷ്ട്രീയത്തിൽ ആത്മാർത്ഥതയുള്ള അണികൾ മാത്രമേ ഉള്ളൂവെന്നും ഇവിടെ ആരും ആരുടെയും അടിമകളല്ലെന്ന കാര്യം നേതാക്കൾ ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ചുരുക്കത്തിൽ ഭരണത്തിലേറി അധികകാലം തികയും മുൻപേ സ്വന്തം അണികളുടെയും പോഷക സംഘടനകളുടെയും കടുത്ത അതൃപ്തിക്കും പരസ്യ പ്രതിഷേധങ്ങൾക്കും ഇരയാകേണ്ടി വരുന്ന കാഴ്ചയാണ് വി ഡി സതീശൻ സർക്കാരിന് മുന്നിലുള്ളത്. മന്ത്രി കെ എ തുളസിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ഡ്രൈവർ നിയമനവും ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ നിയമനവും കോൺഗ്രസിനുള്ളിൽ വലിയൊരു ആഭ്യന്തര യുദ്ധത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി ചോരയും നീരുമൊഴുക്കിയ സാധാരണ പ്രവർത്തകരെ തഴഞ്ഞ് മുൻകാല ഇടതുപക്ഷ സഹയാത്രികർക്കും ഡിവൈഎഫ്ഐ നേതാക്കൾക്കും പദവികൾ വെച്ചു നീട്ടുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസും KSUവും ഒരുപോലെ രംഗത്ത് വന്നത് ഭരണ നേതൃത്വത്തിന് വലിയ തലവേദനയാകും. വരും ദിവസങ്ങളിൽ മന്ത്രിമാരെ തെരുവിൽ തടയുമെന്ന യൂത്ത് കോൺഗ്രസിന്റെ താക്കീതും പാർട്ടി നേതൃത്വത്തിൽ അടിയന്തര മാറ്റം വേണമെന്ന ആവശ്യവും മുന്നണിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്.